വെൽക്കം ടു ആൻ വേൾഡ്. അപ്പോൾ നമ്മൾ ഇതുവരെ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്. സോ നമ്മളിന്ന് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഒരു റിവിഷൻ എന്ന നിലക്ക് കുറച്ച് പോയിൻറ്റ്സ് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ പറയും. അപ്പോൾ ഏരിയ കാണാൻ പറയും. അപ്പോൾ നമുക്ക് ബേസ്, ട്രയാങ്കിളിൻ്റെ ബേസ് തന്നിട്ടുണ്ടാകും. പിന്നെ നമുക്ക് ഒരു സൈഡ് വെക്റ്റർ എന്നുള്ള രൂപത്തിൽ തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എങ്ങനെ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കും? ഒരു ഇക്വേഷൻ ഉണ്ട്, 1/2 × A × B. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം എക്സാമ്പിളായിട്ട് ഇതിൽ ചെയ്യുന്നില്ല, അത് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിൻ്റെ ഏരിയ, ട്രയാങ്കിൾ വെക്റ്റർ ആയിട്ടുള്ള 2 സൈഡ്, ഇപ്പോൾ ഒരു ട്രയാങ്കിളാണ് അല്ലേ, ഇതൊരു ട്രയാങ്കിളാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് വെക്റ്ററായിട്ട് കൺസിഡർ ചെയ്യുക. ഇത് അനദർ വെക്റ്റർ ആൻഡ് ദിസ് ഈസ് അനദർ വെക്റ്റർ. അങ്ങനെ 3 സൈഡുകളുണ്ടല്ലോ. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ബേസ്, ഇപ്പോൾ എ എന്ന വെക്റ്റർ അതിൻ്റെ ബേസ് ആയിരിക്കാം. പിന്നെ നമുക്ക് ബി എന്നുള്ള അനദർ സൈഡ് അല്ലേ, അതിന് വെക്റ്റർ ഫോമിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനാണത്. 1/2 × A × B. അപ്പോൾ ജസ്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കേട്ടോ, മാഗ്നിറ്റ്യൂഡ് എടുക്കാം. അതേപോലെ കാണാൻ പറയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A.B × C ആണ്. ഓക്കെ, A.B × C. ഇതെല്ലാം വെക്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഇതിനെ നമുക്ക് ABC എന്നുള്ള ഫോമിൽ എഴുതാം. അതായത് നമ്മൾ A.B × C എന്തിന് ഈക്വലാണ്? നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ നോക്കൂ, ഈ എ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ എ ആണ് ഇവിടെ അല്ലേ, ബാക്കി രണ്ടിനെയും ക്രോസ് ചെയ്തു. ഇതൊരു സൈക്ലിക് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയാം. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ഈക്വലായിട്ട്, ഇവിടെ ബി ആണ് പുറത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ B ഡോട്ട്, പിന്നെ B പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർഡർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ A × C എന്നതിന് ഈക്വലാണ്. അതേപോലെ നമുക്ക് ട്രിപ്പിൾ പ്രൊഡക്റ്റ് കാണാൻ ഇതാണ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇതിന് ഈക്വലായിരിക്കും, എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഈക്വലായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ആണ് പുറത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ B × C എന്നുള്ള ഓർഡർ തന്നെ ആയിരിക്കണം. C × B എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, അത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെ എടുക്കണം. എങ്ങനെ ആ ഓർഡർ നമുക്ക് മനസ്സിലാക്കാം? ഓർഡർ മനസ്സിലാക്കാൻ നമ്മൾ ABC എന്നുള്ളത് ഓർഡറിൽ എഴുതിയാൽ മതി ഇങ്ങനെ. അപ്പോൾ എ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെ ക്രോസ് ചെയ്യാം അതേ ഓർഡറിൽ. നമ്മൾ B ആണ് പുറത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കമ്പോണൻ്റ് A × C എന്ന രൂപത്തിൽ വരും. ഓക്കെ, ഇനി നമ്മൾ C ആണ് പുറത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ C ഡോട്ട് C ആണ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതേ ഓർഡറിൽ A × B എന്ന രൂപത്തിലാവും. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സൈഡിൽ ഇങ്ങനെ എഴുതാം ABC അല്ലേ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വേറൊരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്ലനാർ വെക്റ്റേഴ്സാണ്. കോപ്ലനാർ വെക്റ്റേഴ്സ് എന്താണ്? കോപ്ലനാർ വെക്റ്റേഴ്സ് അതായത് 3 വെക്റ്റേഴ്സ് തരും പ്രോബ്ലത്തിൽ. ഓക്കെ, 3 വെക്റ്റേഴ്സ് തന്നിട്ട് അത് കോപ്ലനാർ വെക്റ്റേഴ്സ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് അതിൻ്റെ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കോപ്ലനാർ വെക്റ്റർ ആണോ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ വെക്റ്ററിൻ്റെ A.B × C എന്നെഴുതാം. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0 ആണെന്നുണ്ടെങ്കിൽ അത് കോപ്ലനാർ വെക്റ്റർ ആണെന്ന് പറയാം. ഓക്കെ, അതേപോലെ ഒരു പ്രോപ്പർട്ടി, നമ്മളിപ്പോൾ യൂണിറ്റ് വെക്റ്ററാണ്. നമുക്കറിയാം യൂണിറ്റ് വെക്റ്റേഴ്സ് ഏതൊക്കെയാണ്. നമ്മുടെ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് I, J, K ഒക്കെയാണ്. അപ്പോൾ നമ്മൾ I, J, Kനെ ഇതേ ഫോമിൽ എഴുതാമെന്ന് വിചാരിക്കുക. അപ്പോൾ I ഡോട്ട് J × C, ഓക്കെ J × K എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? നമ്മൾ ജസ്റ്റ് I
ജെ കെ എന്നുള്ള ഈ രൂപത്തിൽ എഴുതാം. അപ്പോൾ നമ്മൾ ഐ ഡോട്ട് ജെ ക്രോസ് കെ, അപ്പോൾ നമ്മൾ ഇതേ ഫോമിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഐ ആണ് ഇവിടെ പുറത്ത് കിടത്തല്ല, അതിന് നമ്മൾ ജെ ആണ് പുറത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഡോട്ട് ജെ പുറത്ത് കിടത്തു ഐ ക്രോസ് കെ അല്ലേ, ഐ ക്രോസ് കെ എന്നെഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കെ പുറത്ത് കിടത്തു കഴിഞ്ഞാൽ കെ ഡോട്ട് അല്ലേ, കെ പുറത്ത് കിടത്തു, അപ്പോൾ ഐ ക്രോസ് ജെ എന്നെഴുതാം. അപ്പോൾ ഇതൊക്കെ ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, ജസ്റ്റ് ഇതൊന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇത് ഐ, ഇത് ജെ, ഇത് കെ ആണല്ലോ. അപ്പോൾ ഐ ക്രോസ് ജെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, കെ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ജെ ക്രോസ് കെ അല്ല, അപ്പോൾ ജെ ക്രോസ് കെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഐ ആയിരിക്കും. അപ്പോൾ ഐ ഡോട്ട് ഐ എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ സ്കാലാർ പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അത് 1 ആണ് എന്ന് കിട്ടും. സോ നമ്മൾ തിരിച്ചാണ് എടുക്കുന്നത് വിചാരിക്കുക. ഈ ഒരു സംഭവം നമ്മൾ തിരിച്ചെടുത്തു. ഇപ്പോൾ ഐ ഡോട്ട് കെ ക്രോസ് ജെ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, -1 ആയിരിക്കും. കാരണം നമ്മൾ ഈ ഒരു ഓർഡറിലാണെങ്കിൽ അത് പോസിറ്റീവ് ഡയറക്ഷന്, നമ്മൾ ഈ ഒരു ഓർഡറിൽ അതായത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കെ ക്രോസ് ജെ ആണെങ്കിൽ നമുക്ക് -i എന്നാണ് എഴുതുക. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് പറഞ്ഞു. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. ഓക്കെ, വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എങ്ങനെ കാണുക? വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് എ ക്രോസ് ബി ക്രോസ് സി ആണ്. ഇതാണ് വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്തായിരുന്നു, എ ഡോട്ട് ബി ക്രോസ് സി ആയിരുന്നു. നമ്മൾ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് ബി ക്രോസ് സി ആണ്. അപ്പോൾ അത് നമുക്ക് 0 ആണെന്നുണ്ടെങ്കിൽ കോപ്ലാനാർ വെക്റ്റേഴ്സ് എന്ന് പറയും. നമ്മൾ യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ കേസ് ഒന്ന് ചെയ്തു. ഇനി നമ്മൾ വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഉള്ള വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതിനെ നമ്മൾ എഴുതുന്നത്, ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇത് എ, ഇത് ബി, ഇത് സി ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ബി നമ്മൾ പുറത്ത് കിടക്കുക, എന്നിട്ട് നമ്മൾ ബി ആണ് പുറത്ത് കിടത്തുക അല്ലേ. ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള എയും സിയെയും ഡോട്ട് ചെയ്യുക, മൈനസ് നമ്മളിവിടെ ബി പുറത്ത് കിടത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സി പുറത്ത് കിടക്കുക. സി പുറത്ത് കിടക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഏതാണ്, എ ഡോട്ട് ബി. സോ നമുക്കിതിനെങ്ങനെ എഴുതാം, എ ഡോട്ട് സി ഇൻറ്റു ബി മൈനസ് എ ഡോട്ട് ബി. വെക്റ്റർ ആണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ നമ്മളതിൻ്റെ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നറിയാലോ, അത് കൊടുക്കണം. അപ്പോൾ ഇൻറ്റു സി എന്നെഴുതാം. അപ്പോൾ നമ്മുടെ വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് അതെങ്ങനെ ചെയ്യുക, അതെന്തിന് ഈക്വലാണ്, ഓക്കെ, ഇതിന് ഈക്വലാണ്. അപ്പോൾ നമ്മളിത് ഓർത്തിരിക്കാൻ ബാക്ക് മൈനസ് ക്യാപ്പ് റൂൾ എന്ന് പറയാം. ബാക്ക് മൈനസ് ക്യാപ്പ് റൂൾ ആ ഒരു ഫോമിലാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ബാക്ക് മൈനസ് അല്ലേ, ഇത് എ, ഇത് ബി, ഇത് സി ആണെങ്കിൽ ബാക്ക് മൈനസ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബി അല്ലേ, പിന്നെ ബാക്ക് എ സി എഴുതുക, ഡോട്ട് മൈനസ്, ഇനി ക്യാപ്പ് എന്നുള്ളതിൻ്റെ സി അല്ലേ, എ ഡോട്ട് ബി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫീൽഡിൽ നമുക്ക് ഈനെ എങ്ങനെ എഴുതാം, മൈനസ് ഡെൽ വി എന്നെഴുതാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെൽ ഓപ്പറേറ്റർ എന്താണ്? ഡെൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെറ്റ്. ഇതാണ് ഡെൽ എന്നുള്ള ഓപ്പറേറ്റർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാർട്ടീഷ്യനിലാണ്. നമ്മളിത് നമുക്കറിയാം 3 തരത്തിലുള്ള കോർഡിനേറ്റ് ഉണ്ട് അല്ലേ, എസ് പി സി ഉണ്ട്,
അതേപോലെ സിലിണ്ട്രിക്കൽ ഉണ്ട് അല്ലേ, സ്ഫെറിക്കൽ കോർഡിനേറ്റ് ഉണ്ട്, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്. അപ്പോൾ ഇതിലൊക്കെ ഈ ഒരു ഇക്വേഷനിൽ ഡിഫറൻസ് വരും. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ ഡെൽ ഓപ്പറേറ്ററാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതിലുള്ള ഡിഫറൻസ് വരും. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഗ്രാഡ് എഫ്. ഗ്രേഡിയൻ്റ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഡ് എഫ് അല്ലേ. അപ്പോൾ ഗ്രാഡ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഫൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ കാണാൻ ഫൈ എന്ന് പറയുന്ന ഒരു സ്കാലാർ ഫീൽഡാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സ്കാലാർ ഫംഗ്ഷനാണ് ഫൈ എന്ന് പറയുന്നത് ഒരു സ്കാലാർ ഫംഗ്ഷനാണ്. അതിൽ നമുക്ക് എക്സ് വൈ സെറ്റ് ഇതൊക്കെ ഇതിൽ വാരി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനാണ് എക്സ് വൈ സെറ്റിൻ്റെ ഫംഗ്ഷനാണ് സ്കാലാർ ഫംഗ്ഷനായിട്ടുള്ള ഫൈ എന്ന് വിചാരിക്കുക. നമ്മളെങ്ങനെ ഡെൽ കാണും? നമ്മൾ പറഞ്ഞു ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് അല്ലേ. ഇതാണ് ഡെൽ. നമ്മൾ ഫൈ ഇതിന് കൊടുക്കുന്നു. അപ്പോൾ നമുക്കെങ്ങനെ എഴുതാം? ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഫൈ പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഫൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ഓഫ് ഫൈ. ഇതാണ് ഡെൽ ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്കാലാർ ഫംഗ്ഷൻ്റെ ഡെൽ ഗ്രാഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും, അതറിഞ്ഞിരിക്കും. അപ്പോൾ ഗ്രാഡ് എഫിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത് ഒരു സ്കാലാർ ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു വെക്റ്റർ ആയിരിക്കും. ഇതൊരു വെക്റ്റർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് വെക്റ്ററിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. ഈ മാഗ്നിറ്റ്യൂഡ് എന്തിന് ഈക്വലായിരിക്കും? അതായത് ഗ്രാഡ് എഫ് എന്നുള്ളത് ഇതിൻ്റെ യഥാർത്ഥ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗ്രാഡ് എഫ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ആയിരിക്കും അല്ലേ, വെക്റ്റർ ആയിരിക്കും. ഇതിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും. ഈ മാഗ്നിറ്റ്യൂഡ് എന്തിന് ഈക്വലായിരിക്കും? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഈക്വൽ ടു ദ maximum rate of increase of scalar function. Magnitude is equal to the maximum rate of scalar function maximum rate of increase of scalar function phi at that point. ഓക്കെ, അതായത് ഈ ഒരു ഗ്രാഡ് എഫ് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് വെക്റ്റർ ആയിരിക്കും നമുക്ക് അല്ലേ. ഇതൊരു സ്കാലാർ ഫംഗ്ഷനാണ്, പക്ഷെ നമ്മളതിൻ്റെ ഗ്രാഡ് എഫ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായി? വെക്റ്ററായി അല്ലേ. ഇപ്പോൾ വെക്റ്ററിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ മാഗ്നിറ്റ്യൂഡ് എന്തിന് ഈക്വലാണ്? മാക്സിമം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്കാലാർ ഫംഗ്ഷൻ ഫൈ അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഒരു പോയിൻറ്റിൽ ദാറ്റ് പോയിൻറ്റിൽ ഈ സ്കാലാർ ഫംഗ്ഷന് അതിൻ്റെ മാക്സിമം റേറ്റ് ഓഫ് ഇൻക്രീസ് ആണ്. അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മാക്സിമം ഉണ്ടാവും, മിനിമം ഒക്കെ ഉണ്ടാവും. അപ്പം മാക്സിമം എപ്പോഴാണ് അതിന് മാക്സിമം റേറ്റ് ഓഫ് ഉണ്ടാകുന്നത്? ആ ഒരു പോയിൻറ്റിലുള്ള ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് യഥാർത്ഥത്തിൽ ഗ്രാഡ് എഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രാഡ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്കാലാർ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഡയറക്ഷൻ. ഈ ഗ്രാഡ് എഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്തിന്? ലെവൽ സർഫസ്. അതിൻ്റെ ആ ഒരു ഫംഗ്ഷന് നോർമലായിട്ടാണ് നമുക്ക് ഗ്രാഡ് എഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. സോ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം നോർമൽ ടു ദ ലെവൽ സർഫസ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ആ ഒരു പോയിൻറ്റിൽ. ഇത്രയും കാര്യങ്ങളാണ് ഗ്രാഡ് എഫിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഡ് എഫിൽ പറഞ്ഞ പോയിൻ്റ് ഒന്നും കൂടി പറയാം. നമ്മളൊരു സ്കാലാർ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഗ്രാഡ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഗ്രാഡ് എടുക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ഡെൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അത് നമ്മൾ ഫൈൽ അപ്ലൈ ചെയ്തു, നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടി. ഇതൊരു വെക്റ്റർ ആയിരിക്കും.
ഈ വെക്റ്ററിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം റേറ്റാണ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്കാലർ ഫംഗ്ഷൻ. സ്കാലർ ഫംഗ്ഷനെ ഇൻക്രീസ് ചെയ്യുന്ന അതിൽ മാക്സിമം ഏത് റേറ്റിലാണ് ആ ഒരു പോയിന്റിൽ മാക്സിമം റേറ്റിനെയാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നോർമലായിരിക്കും. ഏത് ആ ലെവൽ ഓഫ് സർഫസ് അറ്റ് ദാറ്റ് പോയിൻ്റ് നോർമലായിരിക്കും. അതായത് ഫൈ എന്നുള്ള ഒരു ഫംഗ്ഷനാണെന്ന് പറഞ്ഞു അല്ലേ, XYZ വാരി ചെയ്യുന്ന ഫംഗ്ഷനാണ്. നമ്മളതിൻ്റെ ഗ്രാഡ് എഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻ ആ ഒരു സർഫസിന്, ആ ഒരു ലെവൽ ഓഫ് സർഫസിന് നോർമലായിട്ടുള്ള വെക്റ്ററായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം കൂടി പറയാം. അതായത് ഡൈവേർജൻസ് കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഫൈ, ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡൈവേർജൻസ് കാണണം എന്ന് വിചാരിക്കുക. നമ്മളതിനെ ഡിനോട്ട് ചെയ്യുക ഡെൽ ഡോട്ട് ഫൈ. ഇതാണ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. സോ ഡൈവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെൽ ഡോട്ട് ഫൈ. ഓക്കെ, അപ്പോൾ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ ഡൈവേർജൻസ് ആണ് നമ്മൾ പറയുക. അപ്പോൾ ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ, ഒരു ഫൈ എന്ന് പറയുന്ന ഒരു വെക്റ്ററാണെന്ന് വിചാരിക്കുക. ഫൈ ഈക്വൽ ടു ഇപ്പോൾ ഡൈവേർജൻസ് ഓഫ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വെക്റ്റർ കൺസിഡർ ചെയ്യാം. സോ ഫൈ എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണെന്ന് വിചാരിക്കുക. ഒരു വെക്റ്ററിൻ്റെ ഫോർമാറ്റാണത്. അതിന് ഡയറക്ഷൻ ഉണ്ടാവും, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും അല്ലേ. അതിന് എക്സ് കമ്പോണൻറ്റിലുള്ള ഡയറക്ഷൻ, വൈ കമ്പോണൻ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ, സെഡ് കമ്പോണൻ്റ് അല്ലേ, അതിൻ്റെ സെഡ് കമ്പോണൻറ്റ്. അപ്പോൾ അതൊരു വെക്റ്ററാണെന്ന് വിചാരിക്കുക. നമ്മളതിൻ്റെ ഡൈവേർജൻസ് എങ്ങനെ കാണും എന്നുള്ളതാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഡൈവേർജൻസ് ഓഫ് ഫൈ കാണാൻ നമ്മൾ ഡെൽ ഓപ്പറേറ്റർ എന്നുള്ളത് എടുത്തെഴുതാം. ഓക്കെ, ഇതാണ് ഡെൽ ഓപ്പറേറ്റർ. ഡോട്ട് എന്നിട്ട് നമ്മൾ ഇത് ഫൈ എഴുതുക. അപ്പോൾ നമുക്കറിയാം I × I J × J ഇതൊക്കെ 1 ആയി പോകും അല്ലേ. ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ∂x ഓഫ് ഫൈ എന്ന് എഴുതാം. ഓക്കെ, ∂y ഓഫ് ഫൈ ഓഫ് y എന്ന് എഴുതാം. അതേപോലെ സെഡ് കമ്പോണൻറ്റിനെ നമുക്കിങ്ങനെ എഴുതാം. ഇതാണ് ഡെൽ ഫൈ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണ് കേട്ടോ. ഒരു SPCയും സിലിണ്ടറിക്കൽ ആവുമ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. ഇപ്പോൾ SPC അതിലുള്ള ഇക്വേഷൻസൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സിഗ്നിഫിക്കൻസ് അല്ലേ. ഇപ്പോൾ ഡൈവേർജൻസ് വെക്റ്ററിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വെക്റ്ററിൻ്റെ നെറ്റ് ഔട്ട് ഫ്ലോ പെർ യൂണിറ്റ് വോളിയം പെർ സെക്കൻഡ് ആണ് യഥാർത്ഥത്തിൽ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടലായിട്ടുള്ള നെറ്റായിട്ടുള്ള ഔട്ട് ഫ്ലോ പെർ യൂണിറ്റ് വോളിയം അല്ലേ. ഒരു യൂണിറ്റ് വോളിയത്തിൽ പെർ സെക്കൻഡ് അല്ലേ, ഒരു യൂണിറ്റ് സെക്കൻഡിൽ അതിനുണ്ടാകുന്ന ടോട്ടൽ നെറ്റായിട്ടുള്ള ഔട്ട് ഫ്ലോ ആണ് യഥാർത്ഥത്തിൽ ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ. ഇത്രയും കാര്യങ്ങളാണ് ഡൈവേർജൻസ് ഓഫ് വെക്റ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് അറിയേണ്ട 2 പോയിൻറ്റ്സും കൂടി ആഡ് ചെയ്ത് പറയാം. ഇപ്പോൾ ഡൈവേർജൻസ് എന്ന് പറയുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്. ഇനി ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ, നമ്മളൊരു വെക്റ്ററിൻ്റെ ഡൈവേർജൻസ് കാണണമെന്ന് വിചാരിക്കുക. നമ്മളത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് അല്ല, SPC ആണ് വിചാരിക്കുക. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് അല്ല, SPC ആണെന്ന് വിചാരിക്കാം. SPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് അല്ലേ. ഓക്കെ, പിന്നെ വേറൊന്നുണ്ട് സിലിണ്ട്രിക്കൽ അല്ലേ, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ 2 കോർഡിനേറ്റ്സിലാണെന്ന് വിചാരിക്കാം. നമ്മൾ SPCയിലുള്ള ഡൈവേർജൻസ് ഓഫ് വെക്റ്റർ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ചില പ്രോബ്ലംസൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ഇവിടെ പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ SPCയിൽ ഡൈവേർജൻസ് എങ്ങനെ കാണും? ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ, ഒരു വെക്റ്റർ എന്ന് പറയുന്നത്, അപ്പോൾ വെക്റ്റർ എന്ന് പറയുന്ന ഫൈയോ വിയോ ഏതോ ആവാം. അപ്പോൾ നമ്മൾ V എടുക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, V എന്നൊരു വെക്റ്ററിൻ്റെ ഡൈവേർജൻസ് കാണുകയാണ്. നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു SPC ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ്
1/r² ഡോ ബൈ ഡോ r സ്ക്വയർ v. ഓക്കെ, വി എന്ന് പറയുന്നത് ആർ കമ്പോണൻ്റ് ആണ് ഇവിടെ വരിക, പ്ലസ് 1/r സൈൻ തീറ്റ, ഇത് ആറാണ് കേട്ടോ, ഡോ ബൈ ഡോ തീറ്റ വി തീറ്റ സൈൻ തീറ്റ പ്ലസ് 1/r സൈൻ തീറ്റ ഡോ ബൈ ഡോ ഫൈ വി ഫൈ. ഇതാണ് ഒരു എസ് പി സിയിൽ ഡൈവേർജൻസ് കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് വി തരും, വി വെക്റ്റർ ഫോമിൽ തരും, നമുക്ക് ഡൈവേർജൻസ് കാണേണ്ടി വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ വി ഉള്ളിടത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ അതുപോലെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഒന്നും കൂടി എഴുതാം. എസ് പി സിയിലെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് ആണെങ്കിൽ നമ്മൾ ഡൈവേർജൻസ് എങ്ങനെ കാണും എന്നാണ് പറഞ്ഞത്. ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ നമ്മളെങ്ങനെ എഴുതും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം. അപ്പോൾ 1/r², ഓക്കെ, ഡോ ബൈ ഡോ r² വി ഓഫ് r. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടേം. ഈ ഫസ്റ്റ് ടേമിൻ്റെ മാത്രമായിട്ട് പ്രോബ്ലം വരില്ല, അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, സെക്കൻഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 1/r സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ വി തീറ്റ സൈൻ തീറ്റ. ഓക്കെ, പ്ലസ് 1/ വീണ്ടും ഇതേ ടേം തന്നെയാണ് r സൈൻ തീറ്റ, അടുത്ത കമ്പോണൻ്റ് അല്ലേ, എസ് പി സി എന്ന് പറയുമ്പോൾ r തീറ്റ ഫൈ, ഇതാണ് ഇതിൻ്റെ വേരിയബിൾ. അപ്പോൾ അടുത്തത് ഡോ ബൈ ഡോ ഫൈ വി ഫൈ. ഇവിടെ കോഎഫിഷ്യൻ്റ് ഒന്നുമില്ല, ഇവിടെ സൈൻ തീറ്റ വരുന്നു, ഇവിടെ ഒരു r² വരുന്നു, ഇവിടെ ഒന്നും വരുന്നില്ല, വി ഫൈ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ സിലിണ്ട്രിക്കലാണെന്ന് വിചാരിക്കുക. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷന് വീണ്ടും ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡൈവേർജൻസ് കാണാനുള്ള ഇക്വേഷൻ ഡൈവേർജൻസ് ഓഫ് വി ഈക്വൽ ടു 1/ρ, നമ്മൾ സിലിണ്ട്രിക്കൽ റോ ഫൈ സെറ്റ് ഇതിൻ്റെ വേരിയബിൾ ആയിട്ടാണ് പറയുന്നത്. സോ 1/ρ ഡോ റോ ഇൻറ്റു വി റോ പ്ലസ് 1/φ ഇൻറ്റു ഡോ ബൈ ഡോ ഫൈ വി ഫൈ. ഇവിടെ കോഎഫിഷ്യൻ്റ് ഒന്നുമില്ല, ഇവിടെയാണ് വരുന്നത് അല്ലേ, ഇവിടെ റോ വരുന്നുണ്ട്, ഇവിടെ റോ വരുന്നുണ്ട്. ഓക്കെ, പ്ലസ് ഇവിടെ ഒന്നും വരുന്നില്ല, ജസ്റ്റ് നമ്മുടെ കാർട്ടീഷ്യൻ പോലെ ഡോ ബൈ ഡോ സെറ്റ് വി സെറ്റ്. ഇതാണ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് ആണെങ്കിൽ ഡൈവേർജൻസ് കാണാൻ 1/ρ ഇൻറ്റു ഡോ ബൈ ഡോ റോ ഇൻറ്റു റോ വി റോ പ്ലസ് 1/φ ഇൻറ്റു, ഓക്കെ, ഇവിടെ രണ്ടിടത്തും ഒരേ ടേം പോലെയാണ് അല്ലേ, ഡോ ബൈ ഡോ ഫൈ ഇൻറ്റു വി ഫൈ പ്ലസ് ഡോ വി സെറ്റ് ബൈ ഡോ സെറ്റ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ നമുക്ക് പ്രോബ്ലം ചെയ്യാം അല്ലേ. സോ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എഫ് ഈക്വൽ ടു എക്സ് ആയി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് തന്നിട്ടുണ്ട്, നമുക്ക് ഡൈവേർജൻസ് കാണണം. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റാണ്, സിമ്പിളായിട്ട് ചെയ്യാമല്ലേ. ഡൈവേർജൻസ് ഓഫ് എഫ് ആണ് നമുക്ക് കാണുന്നത്, വെക്ടറാണ് അല്ലേ. ഓക്കെ, സോ ഡെൽ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെറ്റ് ഇൻറ്റു അല്ലേ, ഇൻറ്റു പറയുന്നത് ഡോട്ടാണ് ഡൈവേർജൻസ് എന്ന് പറയുമ്പോൾ അല്ലേ, ഡോട്ട്. ഫങ്ഷൻ നമുക്ക് തന്നിട്ടുണ്ടല്ലേ, വെക്റ്റർ തന്നിട്ടുണ്ട്, വെക്റ്റർ അതുപോലെ എടുത്തെഴുതാം, വൈ ജെ പ്ലസ് സെറ്റ് കെ. ഓക്കെ, സോ ഐ ഇൻറ്റു ഐ ജെ ഇൻറ്റു ജെ ഒക്കെ 1 ആയി പോകും. സോ നമുക്ക് ഫങ്ഷന് അതുപോലെ എഴുതാം. അതിൻ്റെ കറസ്പോണ്ടിങ് കമ്പോണൻറ്റുമായിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഡിഫറൻഷ്യൽ
വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 ആണ്. ഡോ ബൈ ഡോ വൈ ഓഫ് വൈ 1 ആണ്. ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ്. ഓക്കെ, സോ നമുക്ക് കിട്ടും 3. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അടുത്ത പ്രോബ്ലം ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് 5 തന്നിട്ടുണ്ട്, ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാനാണ്. ഡെൽ ഓഫ് 5 ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? I ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു, അല്ലേ? ഇത് ഡൈവേർജൻസ് ഡോട്ടല്ല, നേരെ ഇൻറ്റു ചെയ്യാമെന്നാണ് ഇത് അർത്ഥമാക്കുന്നതൊക്കെ. 5 എന്നുള്ളത് വൈ സെഡ്. ഓക്കെ, ഒരു വെക്റ്റർ അല്ല അല്ലേ, വൈ സെഡ് ആണ് 5. അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെ ചെയ്യും? അപ്പോൾ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് അല്ല എടുക്കുന്നത്, സോ ഐ അവിടെ ഉണ്ടാവും. ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്, അല്ലേ? ഈ ടേം എഴുതി ഇൻറ്റു വൈ സെഡ് പ്ലസ് ജെ ഇൻറ്റു, ഇത് ഡയറക്ഷനാണ്, അത് അതുപോലെ എഴുതാം, ഡോ ബൈ ഡോ വൈ ഇൻറ്റു വൈ സെഡ് പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ഓഫ് വൈ സെഡ്. ഓക്കെ, ഐ എന്നുള്ള ഡയറക്ഷൻ അതുപോലെ എഴുതാം. നമ്മൾ വൈ സെഡ് എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ടേം 0 ആണല്ലേ. ഇവിടെ വൈ ആണ്, അപ്പോൾ ഇത് 0 ആണ്, അപ്പോൾ നമുക്കിത് എഴുതണ്ട. പ്ലസ് ജെ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്, അപ്പോൾ ഈ ടേം 1 ആണ്, കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു സെഡ് പ്ലസ് കെ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ്, സോ ഈ ടേം കോൺസ്റ്റൻ്റ് ആണ്, ഇത് പുറത്തേക്ക് എടുത്തു. വൈ ഇൻറ്റു ഇത് 1 ആണല്ലേ, വൈ ഇൻറ്റു 1. സോ നമുക്ക് കിട്ടുന്നത് സെഡ് കെ പ്ലസ് വൈ കെ. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഗ്രാഡ് എഫ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, ആണ് ഇതിൻ്റെ ആൻസർ വരും. അടുത്തത് ദ ഡയറക്ഷൻ ഓഫ് ഗ്രാഡ് എഫ് ആണ്, അല്ലേ? ഡയറക്ഷൻ ഓഫ് ഗ്രാഡ് എഫ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ഡയറക്ഷൻ ഓഫ് ഗ്രാഡ് എഫ്? നോർമൽ ആയിരിക്കും, അല്ലേ? നോർമൽ ടു ലെവൽ സർഫസ്, ആ ഒരു സർഫസിന് നോർമലായിരിക്കും. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. സോ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ പോയിൻറ്റ് ചാർജ് ക്യൂ ഈസ് എക്സ്പ്രസ്ഡ്. ഈ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഡൈവേർജൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഡൈവേർജൻസ് കാണണം, എന്തിൻ്റെ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡൈവേർജൻസ് കാണണം. സോ ഡെൽ ഡോട്ട് ഇ എന്ന് എഴുതാം, അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ഡോട്ട്, എന്താണ് ഈ തന്നിട്ടുള്ളത്? അതുപോലെ എടുത്തെഴുതുന്നു. ക്യൂ ബൈ 4 എപ്സിലോൺ 0 ആർ സ്ക്വയർ ആർ ക്യാപ്പ്. സോ ഇവിടെ ആർ ക്യാപ്പ് ആണ്, അല്ലേ? ഇപ്പോൾ എസ് പി സി ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എസ് പി സി ആണ്, അല്ലേ? എസ് പി സിയുടെ ഇക്വേഷനാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം എസ് പി സിയുടെ എന്തായിരുന്നു ഡൈവേർജൻസ് കാണാൻ? എസ് പി സി, അല്ലേ? എസ് പി സിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/r സ്ക്വയർ, അല്ലേ? ഡോ ബൈ ഡോ ആർ ഓഫ് ആർ സ്ക്വയർ ഇ എന്നാണ് വരിക ഫസ്റ്റ് ടേം, പ്ലസ് 1/r സൈൻ തീറ്റ ഇ സൈൻ തീറ്റ, അല്ലേ? പ്ലസ് 1/r സൈൻ തീറ്റ ഡോ ബൈ ഡോ തീറ്റ ഉണ്ട് കേട്ടോ ഇവിടെ, ഡോ ബൈ ഡോ ഫൈ ഇ ഫൈ ആർ തീറ്റ ഫൈ, അല്ലേ? എസ് പി സിയിൽ വരികയാണെങ്കിൽ ഇതായിരുന്നു അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഇക്വേഷൻ, അല്ലേ? അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ആർ ക്യാപ്പ് എലോങ് ആർ ക്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർ ഡോട്ട് ആർ ആണ് 1. ആർ ഡോട്ട് വേറെ 2 കമ്പോണൻ്റ് ആണെങ്കിലും തീറ്റ ആണെങ്കിലും ഫൈ ആണെങ്കിലും ഒക്കെ 0 ആയി പോകും. അപ്പോൾ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട, നമുക്ക് ഈ ഒരു ടേം മാത്രമേ കൺസിഡർ ചെയ്താൽ മതി. സോ നമുക്ക് ഇതൊക്കെ 0 ആയി പോകും, ഇത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഡൈവേർജൻസ് ഓഫ് ഇ എന്ത് എഴുതാം? 1/r സ്ക്വയർ ഡോ ബൈ ഡോ ആർ സ്ക്വയർ ഇ, അല്ലേ? ഇ ഓഫ് ആർ, അല്ലേ? അപ്പോൾ ഇതിലെ കമ്പോണൻ്റ് എന്താണ്? സോ ഇവിടെയൊക്കെ ഐ ഉണ്ട് കേട്ടോ,
1 by r square ഡോ ബൈ ഡോ ആർ സ്ക്വയർ ഇ ഓഫ് ആർ അല്ല. ഇ ഓഫ് ആർ എന്ന് പറയുമ്പോൾ ഈ വെക്റ്ററിൻ്റെ ആർ കമ്പോണൻറ്റ് എഴുതാം അല്ലേ. സോ ഇവിടെ നമ്മൾ എഴുതുന്നു ക്യൂ ബൈ 4πε0 ആർ സ്ക്വയർ. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിലാണ് ബ്രാക്കറ്റൊക്കെ എടുത്ത് അതുപോലെ എഴുതേണ്ടി വരും. സോ ആർ സ്ക്വയറും ക്യാൻസലായി. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻ്റാണ്. ഇവിടെ നോക്കൂ, ക്യൂ ബൈ 4πε എന്ന് പറയുന്ന കോൺസ്റ്റൻ്റാണ്. കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. സോ ഈ ടേം 0. അപ്പോൾ അതിൻ്റെ ഡൈവേർജൻസ് ഓഫ് ഇ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഇപ്പോൾ കാര്യം SPC സിലിണ്ടറിക്കലൊക്കെ അതിൽ ഇക്വേഷന് കൂടുതലായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ വേറെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കൂടുതൽ പ്രോബ്ലംസ് ആയിട്ട് കാണാം. സോ താങ്ക് യു. ഈ ഒരു ചാനൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ശരി, താങ്ക് യു.